Dear students, good morning. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ടൈപ്സ് ഓഫ് ഗ്രാഫിലെ മറ്റൊരു ഗ്രാഫിനെ കുറിച്ചിട്ടാണ് ഇന്ന് നാം പറയാൻ പോകുന്നത്. ബൈ പാർഷ്യൽ ഗ്രാഫ് അല്ലെങ്കിൽ ബൈ ഗ്രാഫ് എന്ന് പറയും. ആ പേര് തന്നെയാണ് ബൈ പാർഷ്യൽ ഗ്രാഫ്, അതായത് ബൈ പാർട്ടീഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ബൈ പാർഷ്യൽ. അതിൻ്റെ ഷോർട്ടാണ് ബൈ പാർഷ്യൽ. ബൈ പാർഷ്യൽ ഗ്രാഫ് എന്താണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. A bipartial graph is a graph whose vertices can be divided into two disjoint set u and v. ഒരു ബൈപാർഷ്യൽ ഗ്രാഫ് എന്ന് പറഞ്ഞത് ആ ഗ്രാഫിലെ വെർട്ടിസസിനെ രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാർട്ടീഷൻ. അത്തരം ഗ്രാഫിനെ പറയുന്ന പേരാണ് ബൈപാർഷ്യൽ ഗ്രാഫ്. ഒരു ഗ്രാഫ് തന്നെ അതിലെ വെർട്ടിസസിനെ രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റായിട്ട് രണ്ട് വ്യത്യസ്ത സെറ്റുകളായി ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് യു എന്നും വി എന്നും ഡിനോട്ട് ചെയ്യുന്നത്. ആ യു ആ വിയും ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ആ ഗ്രാഫിൻ്റെ പാർട്സാണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്, അത്തരം ഗ്രാഫിനെ പറയുന്ന പേരാണ് ബൈപാർഷ്യൽ ഗ്രാഫ്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വേറൊരു ഗ്രാഫ് പഠിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ ഗ്രാഫിൻ്റെ പേര് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ K4 ഏതോ ഒന്ന് പറഞ്ഞിരുന്നു. K4 എന്ന് പറഞ്ഞാൽ 4 വേർട്ടക്സുള്ള ഗ്രാഫ് എന്നാണ് അർത്ഥം. അതേസമയം K4-3 എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും അതിൽ 7 വെർട്ടിസസ് ഉണ്ട്. അതിൽ 4 ഒരു സെറ്റും 3 മറ്റൊരു സെറ്റുമാണ്. അതായത് ഇപ്പോൾ യു വി എന്ന് പറയുന്നില്ലേ, അത് യു എന്നുള്ള വെർട്ടിസസ് ആണ് 4 എണ്ണം, വി എന്നുള്ള വെർട്ടിസസ് ആണ് 3 എണ്ണം. ഇങ്ങനെ എഴുതുമ്പോൾ ഇതപ്പോൾ അവിടെ പറയാത്തത് ഈ ബൈപാർഷ്യൽ ഗ്രാഫ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ ചിലപ്പോൾ ക്ലിയർ ആവില്ല. ഇപ്പോൾ എക്സാം പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുണ്ടാവുക. അപ്പോൾ അതാണ് ഇങ്ങനെ എഴുതിയാൽ അർത്ഥം. ഇതിൽ മൊത്തം 7 വെർട്ടിസസ് ഉണ്ടെന്നാണ് അർത്ഥം. അതിൽ ഒരു ഗ്രാഫ് 2 ഡിസ്ജോയിൻറ്റ് സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നതല്ല, അതിൽ 2 ഡിസ്ജോയിൻറ്റ് സെറ്റുകളാണ് ഈ 4ഉം 3ഉം. യു എന്നുള്ള സെറ്റിലെ വെർട്ടിസസിൻ്റെ എണ്ണം 4ഉം വി എന്നുള്ള സെറ്റിലെ വെർട്ടിസസിൻ്റെ എണ്ണം 3ഉമാണ് എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. A simple bipartial graph G with partition U and V is said to be complete bipartial graph. ഒരു സിമ്പിൾ ബൈപാർഷ്യൽ ഗ്രാഫാണ് ജി എങ്കിൽ അതിൽ പാർട്ടീഷൻ ഉള്ള സെറ്റുകളാണ് യുവും വിയും എങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക, കംപ്ലീറ്റ് ബൈപാർഷ്യൽ ഗ്രാഫ് എന്ന് പറയാം. അതായത് അതിൻ്റെ പാർട്ടീഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, യു വി ആണ്, അതിനെ കംപ്ലീറ്റ് ബൈപാർഷ്യൽ ഗ്രാഫ് എന്ന് പറയും. ഇഫ് എവരി വെർട്ടസ് ഓഫ് യു ഈസ് അഡ്ജസൻറ്റ് ടു എവരി വെർട്ടസ് ഓഫ് വി, അതിൽ ഓരോ വെർട്ടസിനും ഒരു അഡ്ജസൻറ്റ് വെർട്ടസ് വിയിലുണ്ടായിരിക്കും. അതായത് ഇങ്ങനെയുള്ളൊരു ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു വെർട്ടക്സ് യുവിലും മറ്റേ വെർട്ടക്സ് വിയിലുമായിരിക്കും. അതായത് ഇങ്ങനൊരു ചിത്രം, ഒരു എഡ്ജ് വരച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടക്സ് യുവും മറ്റത് വിയും ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ടൊന്ന് വരച്ചത് യുവും ഇത് വിയും, അങ്ങനെയാണെങ്കിൽ ഇവിടെ യു വരും. അതുപോലെ ഇവിടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വി വരും. ഒരു എൻഡ് യുവിലാണെങ്കിൽ മറ്റേ എൻഡ് വിയിലായിരിക്കും. അത്തരത്തിലായിരിക്കും ഗ്രാഫ് ഉണ്ടായിരിക്കുക. ഈ മോഡ് വി, ഇത് മോഡ് V1 ആണ് കേട്ടോ. അതായത് ഇങ്ങനെ എഴുതില്ലേ, മോഡ് V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ്ലെസ് ഓഫ് V1, അതായത് പോസിറ്റീവ് വാല്യൂ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് എം എന്ന് പറഞ്ഞാൽ വെർട്ടക്സിൻ്റെ എണ്ണം, അങ്ങനെ കാണിക്കാനാണ് എം യൂസ് ചെയ്തത്. അതേപോലെ മറ്റത് N, മോഡ് V2 എന്ന് പറയുന്നത് N. അതായത് V2 ഒന്ന് യുവിൻ്റെ ഒന്ന് വിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ യു വി എന്ന് എഴുതുക, അല്ലെങ്കിൽ V1 V2 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഒരു ഗ്രാഫ് ഡിനോട്ട് ചെയ്യുമ്പോൾ KM, N ആണ്. ഇത് സഫിക്സ് ആയിട്ടാണ് M, N എഴുതേണ്ടത്, അല്ല നേരെ എഴുതിയത്. ഇപ്പോൾ ഇതിൽ എഴുതുമ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ മൊബൈൽ വരുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എഴുതി കഴിഞ്ഞാൽ എം എന്ന് പറയണത് ഇത്, അതായത് ഫസ്റ്റത്തെ യുവിലെ സെറ്റിലെ വെർട്ടിസിൻ്റെ എണ്ണം, രണ്ടാമത്തെ സെറ്റിൽ എണ്ണും ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു കരുതുന്നു. ഒരു എക്സാമ്പിൾ പറയാം. മൂന്ന് വെർട്ടിസ്, അത് 4 വെർട്ടിസ്. കണക്ഷൻ കൊടുത്തു ഇങ്ങോട്ട്
ഡോട്ട് അതുപോലെ തന്നെ ബിയിൽ നിന്ന് വൈയിലേക്ക് ഇത് എ ബി സി എക്സ് വൈ സെഡ് ഡബ്ല്യു ബിയിൽ നിന്ന് സെഡിലേക്ക് കൊടുത്തു ബിയിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് കൊടുത്തു സിയിൽ നിന്ന് എക്സിലോട്ട് കൊടുത്തു സിയിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് കൊടുത്തു ഇതാണ് ഒരു ഗ്രാഫ് ജി എന്നുള്ള ഗ്രാഫ്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ എ ബി സി എന്ന് പറയുന്നത് ഒരു സെറ്റും എക്സ് വൈ ഡബ്ല്യു സെഡ് എന്ന് പറയുന്നത് സെഡ് ഡബ്ല്യു എന്ന് പറയുന്നത് മറ്റൊരു സെറ്റും. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എഴുതേണ്ടത് ഈ ചിത്രം എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ചിത്രം വരച്ചിട്ട് താഴെ എഴുതുക. അതിൽ യു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഡിസ്റ്റോയിൻറ്റ് സെറ്റ് ഒരു ഗ്രാഫിൻ്റെ പാർട്ടീഷൻ നടത്തി കഴിഞ്ഞാൽ 2 സെറ്റുകൾ യു വി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൽ യു എന്നുള്ളത് എ കോമ ബി കോമ സി ആൻഡ് വി ഈക്വൽ ടു എക്സ് കോമ വൈ കോമ സെഡ് കോമ ഡബ്ല്യു എഴുതണം. ഇസ് എ ബൈ പാർട്ടീഷൻ ഓഫ് ജി. ഗ്രാഫ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബൈ പാർഷ്യൽ. ഈ ഗ്രാഫ് അപ്പോൾ എന്താണ് ബൈ പാർഷ്യൽ ഗ്രാഫിന് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമുക്കിങ്ങനെ ഒരു എഡ്ജ് വരച്ചു. അതിൽ ഈ എഡ്ജ് ഈ യു എന്നുള്ള ഗ്രാഫിലും ഇത് വിയിലുമാണ്. അതുപോലെ തന്നെ ഇത് എയിലാണ്, ഇത് വിയിലാണ്. എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് എ, ഇത് യു, ഇത് വി, ഇത് യു, ഇത് വി, അങ്ങനെ മാറിക്കോളും. എല്ലാം ഏതൊരു എഡ്ജ് എടുത്താലും ഒരു എഡ്ജ് യുവിലും ഒരു എഡ്ജ് വിയിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് യു എന്നുള്ളതെങ്കിൽ ഇതാണ് എന്ത് വി എന്നുള്ള സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ നെയിം അങ്ങനെ എഴുതുക. കെ എന്ന് പറയുന്നത് ഇവിടെ 3, അപ്പോൾ 3, ഇവിടെ 4, 3, 4 എന്നാണ് എഴുതുക. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ബൈ പാർട്ടീഷൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാവുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും. ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.